എറണാകുളം പാതയിലെ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് തടസ്സപ്പെട്ട തൃശൂർ എറണാകുളം പാതയിലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. 18 മണിക്കൂർ 200 തൊഴിലാളികൾ രാപ്പകലില്ലാതെ പ്രയത്നിച്ചാണ് 20 അടി താഴ്ചയുള്ള ഗർത്തം മൂടിയത്. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ട്രെയിനുകൾ സാധാരണഗതിയിലാകാൻ മണിക്കൂറുകൾ എടുക്കും. വൈകിട്ട് 3:30 അപകടത്തിലായ പാതയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാകുമ്പോൾ സമയം രാവിലെ 8:30. ചരക്കു തീവണ്ടിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പാതയിലൂടെ ആദ്യം ഓടിച്ചത്. തുടർന്ന് പാത പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. എങ്കിലും പ്രദേശത്തെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററായി കുറച്ചിട്ടുണ്ട്. ട്രാക്ക് പാരാമീറ്റേഴ്സ് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പക്ഷേ ട്രെയിൻസ് ഈ വർക്ക് തീരുന്നവരെ 20 കിലോമീറ്റർ സ്പീഡിലായിരിക്കും പോകുന്നത്. 20 അടിയോളം ആഴമുള്ള ഗർത്തം പാറപ്പൊടിയും മെറ്റലും നിറച്ചാണ് നികത്തിയത്. ലോഡ് കണക്കിന് പാറപ്പൊടി വലിയ ലോറികളെ ട്രാക്കിലൂടെയാണ് സംഭവ സ്ഥലത്ത് എത്തിച്ചത്. പണി തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെ നമ്മൾ ഈ കല്ലും മണ്ണും എല്ലാം കൂടെ ഇട്ടുകൊണ്ട് നോർമൽ ബോക്സ് പുഷിംഗ് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഒരു ടെമ്പററി ഗാർഡർ ഇൻസേർട്ട് ചെയ്തിട്ട് ഇനിയുള്ള ബാക്കി പണി ചെയ്യാൻ പറ്റുള്ളൂ. അടിപ്പാത നിർമ്മാണത്തിനായുള്ള കൂറ്റൻ കോൺക്രീറ്റ് ബ്ലോക്കുകൾ തള്ളിവെക്കുന്നതിനിടെയാണ് ട്രാക്കിനടിയിലെ മണ്ണിടിഞ്ഞു താഴ്ന്നത്. ഇതോടെ ഒരു ലൈനിൽ കൂടി മാത്രമായി ഗതാഗതം ചുരുക്കി. പലയിടത്തും ട്രെയിൻ പിടിച്ചിട്ടതിനെ തുടർന്ന് മണിക്കൂറോളം ഗതാഗതം വൈകുകയായിരുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അടിപ്പാതയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മണിക്കൂറോളം നീണ്ട ഗതാഗത സ്തംഭനത്തിനും യാത്രക്കാരുടെ ദുരിതത്തിനും അറുതിയായി കഴിഞ്ഞു. രാപ്പകലില്ലാതെ അധ്വാനിച്ച 200ഓളം തൊഴിലാളികൾക്ക് ഇക്കാര്യത്തിൽ നമുക്ക് നന്ദി പറയാം. ദുരന്തമുണ്ടായ ചാലക്കുടിയിൽ നിന്നും ക്യാമറമാൻ ജെയ്ജി മാത്യുവിനൊപ്പം ബിജി തോമസ്, മനോരമ ന്യൂസ്.